ചില കള്ള ശൈഖന്മാർ, കള്ള ത്വരീഖത്തിൻ്റെ ആളുകൾ പറയാറുണ്ട്, മഅരിഫത്ത് എന്ന് പറയുന്നത് ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്, കിതാബ് നോക്കി ഉസ്താദുമാരുടെ മുമ്പിലിരുന്ന് പഠിക്കേണ്ടതല്ല എന്ന്. തീർച്ചയായും ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു ഷേഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളനാണ്. നല്ല ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് കിതാബും ഖുർആനും ഹദീസും വെച്ച് നന്നായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പോലും ഒരു ത്വരീഖത്തിൻ്റെ വഴിയിലേക്ക്, തസവുഫിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിയത്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഞാൻ ഇറാഖിൻ്റെ തെരുവോരങ്ങളിലൂടെ, ആ മരുഭൂമികളിലൂടെ, മരുപ്പറമ്പിലൂടെ നടന്നകലുമ്പോൾ എൻ്റെ പിന്നിലും മുന്നിലുമായി, ഇടതും വലതുമായി പിശാചുക്കൾ അണിനിരന്ന് വരാറുണ്ട്. ഇബ്ലീസും അവൻ്റെ കൂട്ടാളികളും എത്രത്തോളം എന്നെ പിഴപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ ഇബാദത്തുകൾ ചെയ്ത് നന്നായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മുന്നിൽ നല്ല ഒരു പവിത്രമായ രൂപത്തിൽ, നല്ല വെളുത്ത നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്നി അന മലക്കുൻ അർസലനി അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു മലക്കാണ് ഞാൻ. നിങ്ങളുടെ ഇബാദത്തും വറഉം സൂക്ഷ്മതയും പ്രപഞ്ചത്യാഗവും ജീവിത ശുദ്ധിയും കണ്ടിട്ട് അല്ലാഹു പൂർണ്ണ തൃപ്തനാണ്, നന്നായി തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടതില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇബ്ലീസിൻ്റെ കാരണം നോക്കി ഒന്നാണ്ട് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, പോടാ എൻ്റെ അടുത്ത് നിന്ന്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിനെതിര് പറയുന്ന നീ കള്ളപ്പിശാചാണ്, മലക്കല്ല. എങ്ങനെയാ ഷെയ്ഖ് മുഹീദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്കത് മനസ്സിലായത്? അഅ്ബുദ് റബ്ബക്, നീ നിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുക. ഹത്താ യഅ്തിയകൽ യഖീൻ, ആർക്കും സംശയമില്ലാത്ത യഖീനായ മരണം നിന്നെ പിടികൂടുന്നത് വരെ എന്ന പരിശുദ്ധ ഖുർആൻ. അതിനെതിരാണ് ഇപ്പോൾ പിശാച് പറഞ്ഞിരിക്കുന്ന കാര്യം. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതുകൊണ്ട് പിശാച് വന്നപ്പോൾ അത് പിശാചാണെന്ന് മനസ്സിലായി. ഷെയ്ഖ് ത്വരീഖത്ത് സിൽസില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ, ഇൽമില്ലാത്ത സാധാരണക്കാർ ദിക്റിൻ്റെ, ത്വരീഖത്തിൻ്റെ മശായിഖന്മാരുടെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയാണ് അവരുടെ മുമ്പിൽ പിശാച് പ്രത്യക്ഷപ്പെടും. തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ, ഷെയ്ഖിൻ്റെ രൂപത്തിൽ വരാം. അവർക്കൊരിക്കലും മനസ്സിലാകാൻ കഴിയാത്ത രൂപത്തിൽ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും.